വരൂ കുട്ടികളെ, ഇന്ന് മുത്തശ്ശി പറയാൻ പോകുന്നത് മഹാഭാരതത്തിൻ്റെ കർത്താവായ വ്യാസമഹർഷിയെക്കുറിച്ചാണ്. പരാശര മുനിയുടെയും കാളി എന്ന മുക്കുവ സ്ത്രീയുടെയും പുത്രനായിട്ടാണ് വ്യാസൻ്റെ ജനനം. കൃഷ്ണൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. ജനിച്ചതോ ഒരു ദ്വീപിൽ, ഐലൻഡ്. അതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വേദങ്ങൾ 4 പകുത്തു. അതോടുകൂടി വേദവ്യാസൻ എന്ന പേരാവുകയും ആ പേരിലാണ് പിന്നീട് പ്രശസ്തനായി തീർന്നതും പിന്നെ ഭാരതം ഗുരുവായി ആദരിക്കുന്നതും ആ കാരണം കൊണ്ട് തന്നെയാണ്. ഇനി വ്യാസൻ ജനിച്ച ഉടനെ മഹാത്ഭുതം ഉണ്ടായി. വ്യാസൻ ജനിച്ച ഉടനെ അപ്പം തന്നെ പൂർണ്ണ വളർച്ചയെത്തി. അതിയോഗ്യൻ കാണാൻ. അതറിയോ, മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ് വ്യാസൻ. അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മ സ്വതന്ത്രയായിട്ട് ജീവിച്ചോളൂ. എൻ്റെ ലക്ഷ്യം വേറെയാണ്, എൻ്റെ നിയോഗം വേറെയാണ്. എനിക്കിവിടെ അമ്മയോടൊപ്പം ജീവിച്ച് സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെ സാധിക്കില്ല. അതുകൊണ്ട് ഞാനിതാ അപ്പം തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഹിമാലയത്തിലേക്ക് പോവുകയാണ് അമ്മോട് യാത്രയും പറഞ്ഞിട്ട്. അവിടുത്തെ വനാന്തരങ്ങളിൽ ഇങ്ങനെ മഹർഷിമാരുമായിട്ടും പണ്ഡിതന്മാരുമായിട്ടും ഒക്കെ സമ്പർക്കം പുലർത്തി ഈ സമ്പർക്കത്തിലൂടെ അറിവ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യോഗം അഭ്യസിച്ചു, പിന്നെ തപസ് ചെയ്തു. അങ്ങനെ മഹാശക്തിമാനായിട്ട് ഇങ്ങനെ, ഞാൻ ശക്തിമാൻ എന്ന് പറഞ്ഞത് ശാരീരികമായ ശക്തിയല്ല, തപശക്തിയാണ്, ദിവ്യമായിട്ടുള്ള ശക്തിയാണ്. അങ്ങനെ വ്യാസൻ ഹിമാലയ വനാന്തരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാളി തന്നെയാണ് കേട്ടോ സത്യവതി. കാളിയെ ഹസ്തിനപുരത്തെ രാജാവായ ശന്തനു വിവാഹം കഴിച്ച് ഹസ്തിനപുരത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊട്ടാരത്തിൽ സത്യവതി ദേവിയും ശന്തനുവും സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 2 പുത്രന്മാരുണ്ടാവുന്നു. അവിടെ ഭീഷ്മരുണ്ട്. സത്യവ്രതൻ എന്ന ശന്തനുവിൻ്റെ ആദ്യത്തെ പുത്രനായ ഭീഷ്മർ അവിടെ ഉണ്ട്. സത്യവതി പ്രസവിച്ചപ്പോൾ ശന്തനുവിന് മക്കൾ 3 സത്യവതി പ്രസവിച്ച കുട്ടികളുടെ പേരാണ് ചിത്രാംഗതൻ എന്നും വിചിത്രവീരൻ എന്നും പേരായിട്ട്. അവർ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ശന്തനു മഹാരാജാവ് മരണമടഞ്ഞു. കാലക്രമത്തിൽ ചിത്രാംഗതൻ മരണമടഞ്ഞു. അത് കഴിഞ്ഞ് വിചിത്രവീര്യനും മരണമടഞ്ഞു. ആർക്കും കുട്ടികളുണ്ടായില്ല. ചിത്രാംഗതൻ വിവാഹത്തിന് മുമ്പേ മരിച്ചു. വിചിത്രവീര്യൻ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ മരിച്ചപ്പോൾ വിചിത്രവീര്യൻ്റെ വിധവകളായ അംബികയും അംബാലികയും ഇങ്ങനെ അവിടെ കുട്ടികളില്ലാതെ ഇങ്ങനെ വിഷമിച്ചു. അപ്പോൾ സത്യവതിക്ക് വളരെ സങ്കടമായി. രാജവംശം നിലനിൽക്കണമെങ്കിൽ പുത്രന്മാരുണ്ടാവണം, എന്താ ചെയ്യുക എന്ന് വിചാരിച്ചപ്പോൾ വ്യാസനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യാസനോട് ചോദിക്കാൻ. വ്യാസനെ മനസ്സിലിങ്ങനെ സ്മരിക്കുമ്പോഴേക്കും അതാ പൊട്ടി വീണമാതിരി വ്യാസൻ മുമ്പിൽ നിൽക്കണു. സത്യവതി അമ്പരന്ന് പോയി. തൻ്റെ മുമ്പിൽ നിന്ന് പോയ പുത്രനെല്ലാം മുമ്പിൽ നിൽക്കണേ. ജടാവൽക്കലധാരിയായിട്ട് മേലാസകലം ഭസ്മമൊക്കെ പൂശി രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് കമണ്ടലും യോഗദണ്ഡും ഒക്കെ ആയിട്ട് മരവുരിയൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, ദിവ്യമായിട്ടുള്ള ഒരു രൂപമാണ്. സത്യവതി പുത്രനെ തൊഴുതുപോയി. അപ്പോൾ വ്യാസൻ ചോദിക്കുക, അമ്മ എന്തിനാ എന്നെ സ്മരിച്ചത് ചോദിക്കുക. അപ്പോൾ സത്യവതി പറയും, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ പുത്രന്മാർ 2 പേരും മരണപ്പെട്ടു. പുത്രവധുക്കളായ അംബികയ്ക്കും അംബാലിയയ്ക്കും പുത്രദാനം നൽകി നീ അനുഗ്രഹിക്കണം എന്ന് പറയും. അങ്ങനെ വ്യാസൻ്റെ അനുഗ്രഹത്താൽ അംബിക ധൃതരാഷ്ട്രർ എന്ന പുത്രനെ പ്രസവിക്കുന്നു. അംബാലിക പാണ്ഡു എന്ന പുത്രനെയും പ്രസവിക്കുന്നു. വ്യാസൻ അവരുടെ ദാസിയെയും അനുഗ്രഹിച്ചത് മൂലം ദാസിയിൽ ജനിച്ച പുത്രനാണ് വിദുരർ, മഹാപണ്ഡിതനും ധർമ്മിഷ്ഠനുമായ വിദുരർ. അതോടുകൂടി വ്യാസൻ പിന്നെ നമ്മൾ പുരാണത്തിലധികം കാണുന്നില്ല. പിന്നെ വ്യാസനെ നമ്മൾ കാണുന്നത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ സമയത്ത് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും വനവാസം ചെയ്യുന്നതിനിടയിലാണ്. അപ്പോൾ കൗരവന്മാരൊക്കെ മരിച്ചു, ഒരുപാട് പേര് മരിച്ചു. കുന്തിപുത്രനായ കർണൻ മരിച്ചു, ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രക്കൊരാഗ്രഹം, മക്കളെ ഒന്ന് കാണണം എന്ന്. മരിച്ചു പോയവരെ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഉടനെ വ്യാസനെ സ്മരിച്ചു. അപ്പോൾ വ്യാസൻ വന്ന് എന്ത് ചെയ്തു വെച്ചാൽ, തപശക്തിയുള്ള ആളല്ലേ, ഇങ്ങനെ ആവാഹിച്ചപ്പോൾ ഈ മരിച്ചു പോയവരെല്ലാവരും ഗംഗയുടെ ഉപരിതലത്തിൽ ജലത്തിന് മീതെ, ജലം തൊടാതെ ഈ ആത്മാക്കൾ ഇങ്ങനെ വന്ന് നിരന്ന് നിന്നപ്പോൾ എല്ലാവരെയും കണ്ട് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടും കുന്തിയോടും ഒക്കെ യാത്ര പറഞ്ഞ വ്യാസൻ ഹിമാലയത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നിരിക്കുമ്പോൾ വ്യാസന് ഒരു സ്വസ്ഥതയില്ല.
ഈ കഴിഞ്ഞ സംഭവങ്ങൾ മുഴുവൻ, ഈ കുറേ ആണ്ടുകളായിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ രംഗങ്ങൾ ഒന്നൊന്നായിട്ട് ഈ സിനിമയിലൊക്കെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാസൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം. എന്താണെന്ന് വെച്ചാൽ വരുന്ന തലമുറകൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ ഈ കഥകളിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് എഴുതണം എന്ന് തന്നെ ഉറപ്പിച്ചിട്ട്, അത് എഴുതണമെങ്കിൽ അങ്ങനെ എളുപ്പമല്ല, എഴുതിയെടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു എഴുതിയെടുക്കാനൊക്കെ ആളെ തരാം, ചോദിച്ചു നോക്കണം വ്യാസൻ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതിയെ സജസ്റ്റ് ചെയ്തു. ഗണപതിയോട് വ്യാസൻ ചോദിച്ചു. അപ്പോൾ ഗണപതി പറഞ്ഞു എഴുതിയെടുക്കാനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ പറഞ്ഞു നിബന്ധന എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ എഴുത്താണി ഒരു നിമിഷം പോലും, ഒരു മാത്ര പോലും നിന്ന് പോരുത്, അനർഗളമായിട്ട് ഒഴുക്കോടെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ വ്യാസൻ വിചാരിച്ചു ഇരിക്കട്ടെ, ഞാനും ഒരു നിബന്ധന വെച്ചേക്കാം എന്ന് കരുതിയിട്ട് ഗണപതിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അതായത് ഞാൻ പറയുന്ന വാക്യങ്ങൾ, ഞാൻ ചൊല്ലുന്ന ശ്ലോകങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ എന്ന് പറഞ്ഞു. ഗണപതി പെട്ടോ. ഏതായാലും പരസ്പര നിബന്ധനയുടെ ബലത്തിൽ രണ്ടുപേരും കൂടി ഹിമാലയത്തിലിരുന്ന് മഹാഭാരത രചന തുടങ്ങി. അവരന്ന് രചിച്ച മഹാഭാരതത്തിന് ജയ എന്നായിരുന്നു പേര്. അപ്പോൾ ഈ മഹാഭാരതം രചിച്ച ആ ടെക്സ്റ്റ് അത് മുഴുവൻ വ്യാസൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനെ കാലാന്തരത്തിൽ ഈ ജയ എന്ന പേരോടുകൂടി തുടങ്ങിയ ഗ്രന്ഥം മഹാഭാരതം എന്ന് അഖില ലോക പ്രശസ്തി നേടി. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് മഹാഭാരതത്തിൽ നിന്ന്. അത് നമ്മൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ പറഞ്ഞ് നമ്മൾ കേൾക്കാം, പ്രായമാവും തോറും അത് വായിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ മഹാഭാരതം എഴുതി ഭാരതത്തിൻ്റെ മാത്രം ലോകത്തിന് മുഴുവൻ ഗുരുസ്ഥാനം വഹിക്കുന്ന വ്യാസമഹർഷിയെ പ്രണമിക്കണ്ടേ നമുക്ക്? അതിനൊരു ശ്ലോകം മുത്തശ്ശി ചൊല്ലാം. നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്തനേത്ര യേനത്വയാ ഭാരത തൈലപൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ.